ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് 10 അങ്ങനെ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 10ാമത്തെ നോമ്പ് നമ്മൾ പൂർത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ കുഞ്ഞിപ്പത്തിരിക്ക് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കിളിക്കൂട് പോലത്തെ ഒരു സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കായ്പോള ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ 2-3 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടോക്ക്, ഇഷ്ടമാകും. ഇവിടെ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ആദിമോൻ മാത്രമേ ഉള്ളൂ. ഒരു സങ്കടമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആകെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ 4 പേരേ ഉള്ളൂ. അതിൽ ആദിമോൻ കുറച്ച് എന്തെങ്കിലും കഴിച്ചാലേ ഉള്ളൂ. അർഷുവും ഷെമിക്കും ഞാനുമാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കുക. അതിൽ നിന്ന് അർഷുവിനും സുഖമില്ല, നല്ല പനിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഷെമിക്കാക്കും വേണ്ടി മാത്രമാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. എന്താ അറിയില്ല, പനിച്ചിട്ടവന് ഫുഡൊന്നും കഴിക്കുന്നില്ല. പെട്ടെന്നൊരു പനി വന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. ഫുഡ് ഉണ്ടാക്കുമ്പോൾ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാ എല്ലാം ശരിയാകും. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദിക്കുട്ടൻ്റെ കുറച്ച് വർത്തമാനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ കണ്ണെവിടെ? അതിന്റെ തലയുടെ തല, അതിന്റെ കയ്യെവിടെ? കയ്യ കയ്യ ചെവിയുടെ ചെവി, കണ്ണൊക്കെ കണ്ണ്, പല്ല് പല്ല്. അങ്ങനെ വർത്താനവും കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിപ്പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. അതിനെ ആവിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുളിച്ച് ഫ്രഷായി നിസ്കരിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ തന്നെ ചെയ്ത് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം അതിന് തന്നെ പോവും. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാനത് പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല രസമുള്ള മഴയായിരുന്നു കേട്ടോ. അതായത് വലിയ കാറ്റും മിന്നലൊന്നും കാര്യമായിട്ടില്ലാതെ, ഇല്ലെങ്കിൽ ഇടിയും മിന്നും കാറ്റും ഒക്കെ കൂടിയായിട്ട് മഴ ആസ്വദിക്കാൻ പറ്റില്ല. ഇത് നല്ല ആസ്വദിക്കാൻ പറ്റുന്നൊരു മഴയായിരുന്നു. പിന്നെ ഇന്നത്തെ ജ്യൂസ് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതാ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മോന് പനി ആയതുകൊണ്ട് വേറെയുള്ള ജ്യൂസുകളൊന്നും തണുത്തിട്ടോ ഒന്നും കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പൈനാപ്പിൾ കുട്ടികൾക്ക്, പനിയുള്ള കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പനി പെട്ടെന്ന് കുറയും. അതുകൊണ്ടാണ് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് ആക്കിയത്. അപ്പോൾ അങ്ങനെ ആർക്കും അറിയാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. സംഭവം ശരിക്കും വർക്കാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പൈനാപ്പിൾ ജ്യൂസാണ്, ഫ്രൂട്ട്സ് ഒന്നും കാര്യമായിട്ടില്ല. ഈ പൈനാപ്പിൾ ജ്യൂസ് മാത്രമാണ്. തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്നത്. അപ്പം മോന് പനിക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് അങ്ങനെ ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്, പനി കഫ്കെട്ടൊക്കെ ഉണ്ട് എങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മളെ കിളിക്കൂടിൻ്റെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ കട്ട്ലൈറ്റിനൊക്കെ ഉണ്ടാക്കുന്ന മസാല, ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊട്ടറ്റോ നല്ലോണം ഉടച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കട്ട്ലൈറ്റിൻ്റെ ആ ഒരു സെയിം മസാല തന്നെ കേട്ടോ. ഷേപ്പിൽ കുറച്ച് വ്യത്യാസം, പുറത്ത് കോട്ടിങ് കുറച്ച് ഡിഫറെൻറ്റ്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതാ അതിനുള്ള മസാല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇങ്ങനെ വഴറ്റുന്ന കാണിക്കണ്ടല്ലോ, എല്ലാത്തിലും ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ മസാല ആക്കിയതിന് ശേഷം പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ
അതുപോലെ ഞാനിതാ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പാണ് ഇതിന് കിളിക്കൂടിൻ്റെ ഒരു ഇത് തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു കുഴി പോലെ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷേപ്പിൽ ഏകദേശം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെയുള്ള ഷേപ്പൊക്കെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ അതേ ഷേപ്പിലേക്ക് ഒന്ന് ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാനിതിൽ പുറത്ത് ഇങ്ങനെ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സേമിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പാക്കറ്റിൽ കുറച്ച് വറുത്ത സേമിയും കിട്ടി. വറുത്തതോ വറുക്കാത്തതോ ആയാലൊന്നും കുഴപ്പമില്ല. നമ്മൾ പായസത്തിനൊക്കെ വാങ്ങുന്ന സേമിയാണെങ്കിൽ ഒന്ന് നുറുക്കിയെടുക്കുക, ചെറിയ ചെറിയ പൊടിയാക്കി എടുക്കുക. ഇതെനിക്ക് പാക്കറ്റിൽ ഇങ്ങനെ മിക്സർ പോലെയൊക്കെ ആയി കിട്ടിയ സേമിയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാത്രം എടുക്കുക, കാരണം ഇത് നമ്മൾ മൈദമാവിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് മുട്ടയിലോ ഇല്ലെങ്കിൽ മൈദമാവിലോ ഒന്ന് കോട്ട് ചെയ്തിട്ട് ആണ് ഈ സേമ്യത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഈ സേമ്യം ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് കുതിർന്നിട്ട് ഒന്നിനും പറ്റാണ്ടാവും. അത് പിന്നെ നമ്മൾ കളയാനേ പറ്റുള്ളൂ, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ വീണ്ടും എടുത്താൽ മതി. അല്ലാതെ മൊത്തത്തിൽ കുറേ ഇട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ ബാക്കിയുള്ള സേമ്യം വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ ഞാനിതാ കുറച്ച് സേമിയ എടുത്തിട്ട് നമ്മൾ മൈദേൻ്റെ ഒരു മിക്സിൽ മുക്കിയിട്ട് ഈ സേമിയത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മെല്ലെ മെല്ലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഇങ്ങനെ കുത്തി പിടിച്ച് പൊട്ടറ്റോൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കുത്തി ഇറങ്ങി ഇരുന്നോളും. പുറത്തുള്ളത് ഇങ്ങനെ ആ മൈദേൻ്റെ ഇതിലും ഇങ്ങനെ സെറ്റായി നിന്നോളും. അപ്പോൾ അതുപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ വല്ലാതെ ഇങ്ങനെ പ്രസ് ചെയ്യാനും അമർത്താതെയും ഇരിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയത്, ഇതിൽ പൊട്ടറ്റോ കുറച്ച് കൂടുതൽ ഇടുക. ഇത് കുറച്ചിങ്ങനെ കട്ടിയായി ഇരിക്കുന്നതാണ് നല്ലത്. മാവ് ഇങ്ങനെ നമ്മളെ മസാല ലൂസായി പോകരുത് കേട്ടോ. അപ്പോഴേ കറക്റ്റ് ഈ ഷേപ്പിൽ കിട്ടുള്ളൂ, അല്ലെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിതാ എല്ലാം അതുപോലെ ചെയ്തിരുന്നത് കണ്ടോ. കുറച്ച് സേമിയം ബാക്കി വന്നു, അതിനൊന്നിനും പറ്റില്ല, കളയാനേ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആക്കിയെടുക്കുക. ഇനി ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മളെ കുഞ്ഞിപ്പത്തിരിക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ചധികം തന്നെ ചുവന്നുള്ളി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ആ അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിരി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളാണ്. കുഞ്ഞിപ്പത്തിരി ഉരുട്ടിയെടുക്കാൻ കുറച്ച് പണിയുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഉരുട്ടിയെടുത്ത് ആവിക്ക് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല, ഇത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് കറി, നല്ല ബീഫ് വരട്ടിയതോ ഇല്ലെങ്കിൽ ബീഫ് കറി വെച്ചതോ അല്ലെങ്കിൽ ചിക്കൻ കറി വെച്ചതോ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഇതെല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, എൻ്റെ അറിവിൽ എല്ലാവരും ഉണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അതിൽ അരപ്പൊക്കെ ചേർത്തിട്ട് ഞാൻ ഉടഞ്ഞു പോവാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റായിട്ടുണ്ട്. അടുത്തത് നമ്മളെ കിളിക്കൂട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഷാലോ ഫ്രൈ അല്ല, ഞാനൊരു ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. കാരണം ഷാലോ ഫ്രൈ ചെയ്ത് അത് തിരിച്ചു മറിച്ചിടുമ്പോഴത്തേക്കും കംപ്ലീറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് കുറച്ചൊന്നിങ്ങനെ മുങ്ങാൻ പാകത്തിന് എണ്ണ എടുത്തിട്ട് അതിലേക്ക് ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ തിരിച്ചിടാനും മറിച്ചിടാനും ഒന്നും മെനക്കെടണ്ട, കാരണം ഉള്ളിൽ കുക്കായി വന്ന സാധനമാണ്. പുറത്തെ സേമിയ മാത്രം ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഞാനിതാ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതും ഞാൻ അതുപോലെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് ഫിനിഷിങ് ആവണമെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം പോരാ. അതിൻ്റെ ഉള്ളിൽ കിളിക്കൂടിൻ്റെ ഉള്ളിലുള്ള പോലെ കുറച്ച് മുട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് പൊടിഞ്ഞു പോവോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല ടൈറ്റായി അവിടെ നിന്നോളൂ.
അപ്പോൾ ഞാനിത് അതിലേക്ക് ഒരു കോഴിമുട്ട മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ഇതിലൊരു കാടമുട്ട വെച്ച് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ കാടമുട്ട ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് രണ്ടും അല്ല, കുറച്ചും കൂടി ഭംഗി തരുന്നത് ഈ മുട്ട വെക്കുന്നത്. ഇവിടെ മുട്ടയൊന്നും എന്തായാലും കഴിക്കില്ല. അപ്പം മുട്ട വെക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. മുട്ട വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിൽ ഫോട്ടോയിലും ഇല്ലെങ്കിൽ കാണാനും ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തുന്നുള്ളൂ. പക്ഷേ ഇതിങ്ങനെ വെച്ച് ഞാൻ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്ര വലിയ വലിയ പീസുകൾ വേണ്ട, എന്താക്കുക ഇത് കുറച്ചും കൂടി ചെറിയ പീസ് എഗ്ഗായിട്ട് വെച്ച് കൊടുക്കാം. കിളിക്കൂടിൻ്റെ ഉള്ളിൽ കുഞ്ഞി കുഞ്ഞി മുട്ടകൾ ഇരിക്കുന്ന പോലെ, ആ വൈറ്റ് പോർഷൻ കാണുന്നത് പോലെ അങ്ങനെ ആക്കി കൊടുക്കാൻ വിചാരിച്ചു. ഞാൻ പ്ലേറ്റിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞി കുഞ്ഞി പീസാക്കിയിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടിയും കിളിക്കൂടിൻ്റെ ഉള്ളിൽ 2-3 മുട്ട ഇരിക്കുന്ന പോലെ ഒക്കെ തോന്നും. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യുക. ഇനി ഇതൊന്നും വേണ്ടാന്നാണെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ടേസ്റ്റിലൊന്നും യാതൊരു ഡിഫറൻസും വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ഫോട്ടോയിലും ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കാഴ്ചയിൽ ഭംഗി ഉണ്ടാകുമ്പോൾ മക്കളൊക്കെ എന്തായാലും ഇതെന്ത് സാധനം എന്നൊക്കെ നോക്കിയിട്ടെങ്കിലും ഒന്നെടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലേറ്റിൽ വെച്ച സാധനം അതുപോലെ ഇരിക്കും. കുട്ടികൾ തൊട്ട് പോലും നോക്കില്ല, എന്താ ടേസ്റ്റ് എന്ന് പോലും നോക്കാണ്ട് എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്നെടുത്തിട്ട് ഒന്ന് കടിച്ചൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടമായാൽ ഓല അങ്ങ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെയും കുറേ ടൈം ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇനി വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബീഫ് കറിയാണ് ഇന്നും, അത് ഞാൻ വേഗം തന്നെ വെച്ചു. പിന്നെ അതിൻ്റെ റെസിപ്പിയും കാണിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ട് ബോറടിക്കില്ലേ. അപ്പോൾ പിന്നെ അത് കാണിച്ചില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എന്താക്കുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളെ കായ്പോള. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സമയമുണ്ട്, ഇന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും വേറെ വെക്കണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഒരു കടിയും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒറ്റൊരു കടിയെ ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളൂ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. പിന്നെ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് വേറെയുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രൂട്ട്സൊക്കെ, നല്ല തണുപ്പുണ്ടാകും. അപ്പം മക്കളെടുത്ത് കഴിക്കും. 2 പേർക്കും നല്ല ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഒഴിവാക്കി. അപ്പോൾ ഞാൻ ഇന്നൊരു കടിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കായ്പോളൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഞാനിത് ആ കായൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ആ കായ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ചിലർ നെയ്യിലൊക്കെ ഇങ്ങനെ വാട്ടിയെടുക്കും. അപ്പോൾ ഈ എണ്ണ ഉള്ളതിനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് തന്നെ ആ കട്ട് ചെയ്ത് വെച്ച കായ് ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നൊരു കളറ് ചേഞ്ച് ആകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, കുറച്ച് നെയ്യിട്ടിട്ട് അതിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ അത് എണ്ണ ഉള്ളതുകൊണ്ട് അതിലിട്ടൊന്ന് പൊരിച്ചു കോരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടും ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ അത് പൊരിച്ചു കോരി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ആണ് ഇതിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയി കാണിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ അതിലേക്ക് അടിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സിമ്പിളാണ്. പിന്നെ ഇതൊരു 5 മിനിറ്റ് കൊണ്ട് കുക്കായി വരും. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് പെട്ടെന്നായി കിട്ടും. അപ്പോൾ അതും നമ്മൾ സെറ്റായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇതാ ഭക്ഷണമൊക്കെ ടേബിളിൽ വെച്ചിട്ട് നോമ്പ് തുറക്കുക.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ, ബൈ.